സി കാറ്റിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. കത്തോലിക്ക സഭയുടെ മുഴുവൻ വിശ്വാസത്തിൻ്റെയും ആധാരശിലയായ സാർവത്രിക മതബോധന ഗ്രന്ഥം സമഗ്രമായി പഠിക്കാനുള്ള ഒരു വേദിയാണ് സി കാറ്റ്. സി കാറ്റിൻ്റെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങൾ തീർച്ചയായും എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങളെക്കുറിച്ചുള്ള ഒട്ടേറെ സംശയങ്ങൾ ഷാലോം ടിവിയുടെ വിവിധ രാജ്യങ്ങളിലുള്ള മാന്യപ്രേക്ഷകർ സംശയങ്ങളും ചോദ്യങ്ങളും എഴുതി ചോദിച്ചിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. സി കാറ്റിൻ്റെ ഈ എപ്പിസോഡിൽ നമ്മുടെ ക്ലാസ് മുന്നോട്ട് നയിക്കുന്നത് ഷാലോം പ്രേക്ഷകർക്ക് സുപരിചിതനും തിയോളജി ക്ലാസ്സുകളിലൂടെ ഏവർക്കും അറിയാവുന്നതും സുപ്രസിദ്ധ ദേവീശാസ്ത്ര പണ്ഡിതനും CBCI ദേവീശാസ്ത്ര കമ്മീഷൻ സെക്രട്ടറിയും തലശ്ശേരി ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറുമായ റെവറൻഡ് ഡോക്ടർ ജോസഫ് പാംബ്ലാനി അച്ഛനാണ്. അച്ഛനെ ഈ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സുകളിൽ പങ്കെടുക്കുകയും ചർച്ചകളിൽ പങ്കുചേരുകയും ചെയ്യുന്നത് പേരാവൂർ ഫൊറോനയിലെ വിവിധ ഇടവകളിലെ മതാധ്യാപക പ്രതിനിധികളാണ്. കല്ലുമുതിരക്കുന്ന്, മഞ്ഞളാംപുറം, കണിച്ചാർ, പെരുമ്പുന്ന, പേരാവൂർ എന്നീ ഇടവകളിലെ മതാധ്യാപകരാണ്. നിങ്ങൾ ഓരോരുത്തരെയും സ്നേഹപൂർവ്വം ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സി കാറ്റിൻ്റെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്ത വിഷയം പരിശുദ്ധ ത്രിത്വം എന്നുള്ളതായിരുന്നു. ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് സാർവത്രിക മതബോധന ഗ്രന്ഥത്തിലെ 3-ാം അധ്യായത്തിലെ 3-ാം ഖണ്ഡിക മുതലുള്ള ഭാഗമാണ്. ഇന്നത്തെ ക്ലാസ് നയിക്കുന്നതിന് വേണ്ടി വളരെ സ്നേഹപൂർവ്വം ജോസഫ് അച്ഛനെ ക്ഷണിക്കുന്നു. മതാധ്യാപകരായ നിങ്ങൾ മതബോധന ഗ്രന്ഥം പഠിക്കാൻ വളരെ താല്പര്യമുള്ളവരാണ് എന്നെനിക്കറിയാം, അല്ലേ? നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനങ്ങളെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഈ മതബോധന ഗ്രന്ഥത്തിലൂടെയാണ്. തീർച്ചയായും എല്ലാ വിശ്വാസികളുടെയും കൈവശം ഉണ്ടായിരിക്കണമെന്ന് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ആഗ്രഹിച്ച ഒരു ഗ്രന്ഥമാണ് സഭയുടെ സാർവത്രിക മതബോധന ഗ്രന്ഥം എന്ന് പറയുന്നത്. ഈ മതബോധന ഗ്രന്ഥത്തിൽ നാം ചർച്ച ചെയ്യുന്നത് ദൈവം സർവശക്തനാണ് എന്ന വിഷയത്തെക്കുറിച്ചാണ്. ദൈവം സർവശക്തനാണ്. എന്തുകൊണ്ടാണ് മതബോധന ഗ്രന്ഥം ഈ ഒരു വിഷയം പറഞ്ഞുകൊണ്ട് ദൈവത്തെ അവതരിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ യുക്തി നിങ്ങൾക്ക് മനസ്സിലാവും. മതബോധന ഗ്രന്ഥം ക്രമീകരിച്ചിരിക്കുന്നത് സഭയുടെ വിശ്വാസ പ്രമാണത്തിലെ ഓരോ പദങ്ങളുടെയും വ്യാഖ്യാനം എന്ന നിലയിലാണ്, അല്ലേ? ആ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, വിശ്വാസ പ്രമാണം തുടങ്ങുന്നത് എങ്ങനെയാണ്? സർവശക്തനായ പിതാവും. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, അല്ലേ? ദൈവം സർവശക്തനാണ്, ഏകനാണ്, പിതാവാണ്, അവിടുന്ന് എല്ലാറ്റിൻ്റെയും സൃഷ്ടാവുമാണ്. വിശ്വാസ പ്രമാണം ദൈവത്തെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന 4 വിശേഷണങ്ങളാണ്. ഏതൊക്കെയാണ്? അവിടുന്ന് സർവശക്തനായ ദൈവമാണ്, ഏകനായ ദൈവമാണ്. 3-ാമത്, അവിടുന്ന് സകലത്തിൻ്റെയും സൃഷ്ടാവാണ്. 4, അവിടുന്ന് പിതാവാണ്. ഈ 4 വിശേഷണങ്ങളാണ് ദൈവത്തിന് മതബോധന ഗ്രന്ഥം നൽകുക. ക്രിസ്ത്യാനിയുടെ വിശ്വാസമനുസരിച്ച് ദൈവം ആര് എന്ന് ചോദിച്ചാൽ ദൈവത്തിന് ഈ 4 വിശേഷണങ്ങളുണ്ട്. പല മതങ്ങളിലും ദൈവത്തെ വിശേഷിപ്പിക്കാൻ വ്യത്യസ്തമായ സങ്കേതങ്ങൾ, സംജ്ഞകൾ ഉപയോഗിക്കാറുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഈ 4ഉം തികഞ്ഞ ദൈവ വിശകലനം നടത്തുന്നത് ക്രിസ്തുമതത്തിലാണ്. ആ 4 വിശേഷണങ്ങളിലെ ആദ്യ വിശേഷണമാണ് നാം ഇന്ന് പഠിക്കുക. എന്താണ്? ദൈവം സർവശക്തനാണ്. ഈ ദൈവം സർവശക്തനാണ് എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും ഒരു സംശയമുണ്ട്. ഈ ദൈവത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞ ശക്തി പല രീതിയിലുണ്ട്. ഇപ്പോൾ ഇലക്ട്രിസിറ്റി, വിദ്യുത് ശക്തി നമുക്കറിയാം, ഒരു ശക്തിയാണ്. അതേ പിടിച്ചാൽ ആൾ കരിഞ്ഞു പോവും, ഇല്ലേ? ദൈവത്തിൻ്റെ ശക്തി
ശക്തിയെക്കുറിച്ച് പറയുമ്പോൾ മനുഷ്യൻ ഇങ്ങനെ ചില തെറ്റിദ്ധാരണകളുണ്ട്. പഴയ നിയമത്തിലെ മനുഷ്യർക്കും അങ്ങനെ ചില തെറ്റിദ്ധാരണകളുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ അടുക്കലേക്ക് പോയാൽ മനുഷ്യൻ കരിഞ്ഞു പോകും, ദൈവത്തെ നോക്കിയാൽ മനുഷ്യൻ്റെ കാഴ്ച പോകും, അതുപോലെ മനുഷ്യൻ തന്നെ മരിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയൊക്കെ ദൈവത്തെ ശക്തി എന്ന് പറയുമ്പോൾ എന്തോ ഒരു അതിമാനുഷിക ശക്തിയായിട്ട് മനസ്സിലാക്കുന്ന ഒരു ശീലമാണ് ആരംഭകാലങ്ങളിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഈശോ വന്നപ്പോൾ ഈശോ നമ്മെ പഠിപ്പിച്ചു, ദൈവം തൻ്റെ ശക്തി വെളിപ്പെടുത്തുന്നത് അവിടുത്തെ സ്നേഹത്തിലൂടെയാണ്. അതുകൊണ്ട് ദൈവം സർവശക്തനാണ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ആ ദൈവത്തിൻ്റെ ശക്തി അവിടുന്ന് വെളിപ്പെടുത്തുന്നത് മനുഷ്യനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടോ പേടിപ്പിച്ചുകൊണ്ടോ മനുഷ്യൻ്റെ ജീവിതത്തിൽ കഷ്ടതകൾ നൽകിക്കൊണ്ടോ ഒന്നുമല്ല. ദൈവം തൻ്റെ ശക്തി വെളിപ്പെടുത്തുന്നത് എപ്പോഴും മാറ്റമില്ലാതെ എങ്ങനെയാണ്? സ്നേഹത്തിലൂടെ. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ദൈവം തൻ്റെ മക്കളോട് പിതാവെന്ന നിലയിൽ പ്രതികരിച്ചുകൊണ്ടാണ് ദൈവം തൻ്റെ ശക്തി വെളിപ്പെടുത്തുന്നത്. അതായത് തൻ്റെ മക്കൾ അകപ്പെട്ടിരിക്കുന്ന ഏതൊരു പ്രതിസന്ധിയിൽ നിന്നും അവരെ കരകയറ്റാൻ തക്ക കരുത്ത് ദൈവത്തിനുണ്ട് എന്നാണ് ദൈവം സർവശക്തനാണ് എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കണം. അപ്പോൾ ഇതിനകത്ത് ഒന്നാമതായി പഠിക്കേണ്ട സത്യം, ദൈവം സർവശക്തനാണ് എന്ന് പറയുമ്പോൾ അത് വ്യക്തിപരമായ ഒരു ശക്തിയാണ് എന്ന് തിരിച്ചറിയണം. അല്ലാതെ ഇടിമിന്നൽ പോലെയോ ഇലക്ട്രിസിറ്റി പോലെയോ കൊടുങ്കാറ്റിൻ്റെ ശക്തി പോലെയോ ദൈവത്തിൻ്റെ ഒരു ശക്തിയെക്കുറിച്ചല്ല വിശ്വാസ പ്രമാണം പഠിപ്പിക്കുക. പിന്നെയോ അത് വ്യക്തിപരമായൊരു ശക്തിയാണ്, പിതാവ് എന്ന നിലയിലുള്ള ശക്തിയാണ്, സ്നേഹത്തിൻ്റെ ശക്തിയാണത്. ഏതൊരവസ്ഥയിലും മനുഷ്യനെ രക്ഷിക്കാനുള്ള ദൈവത്തിൻ്റെ കരുത്തിനെയാണ് ഇവിടെ സർവശക്തൻ എന്ന പദത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. രണ്ടാമതായി നമ്മൾ ദൈവം സർവശക്തനാണ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ദൈവത്തിൻ്റെ ശക്തി ദൈവം പ്രകടമാക്കുന്നത് പലപ്പോഴും അവിടുത്തെ ബലഹീനതയിലൂടെയാണ്. ദൈവത്തിൻ്റെ ബലഹീനത എന്ന് പറഞ്ഞാൽ ഒരുതരം വൈരുദ്ധ്യമായിട്ട് നിങ്ങൾക്ക് തോന്നും, ഇല്ലേ? സർവശക്തനായ ദൈവത്തിന് എന്തെങ്കിലും ബലഹീനതയുണ്ടോ? ഉണ്ടോ? ഇല്ല. പക്ഷെ നമ്മൾ കുരിശെ നോക്കിക്കഴിയുമ്പോൾ മനസ്സിലാകുന്നുണ്ട് ദൈവം ബലഹീനനെ പോലെയാകും, ഇല്ലേ? കാൽവരിയിലെ കുരിശിൽ ഈശോ പിടഞ്ഞു മരിക്കുമ്പോൾ നോക്കുക, ചുറ്റുമുള്ള പടയാളികൾ അവനെ പരിഹസിക്കുന്നു, നിന്ദിക്കുന്നു, ഉപദ്രവിക്കുന്നു, ശാരീരികമായി പീഡിപ്പിക്കുന്നു, മർദ്ദിക്കുന്നു, അവൻ്റെ കൊലപാതകം നടത്തും. പക്ഷേ ക്രിസ്തു ഒരു നിസ്സഹായനെ പോലെ സഹിക്കുകയാണ്. തീർച്ചയായും ദൈവീക ശക്തി അതിൻ്റെ ബലഹീനതയുടെ പൂർണ്ണതയെ തൊടുന്ന നിമിഷമായി കുരിശ് മാറുന്നു, അല്ലേ? അപ്പോൾ നമ്മൾ മറ്റൊരു വലിയ അത്ഭുതമാണ് ഇവിടെ മനസ്സിലാക്കുക. ദൈവം തൻ്റെ ശക്തി പ്രകടിപ്പിക്കുന്നത് നാം വിചാരിക്കുന്നത് പോലെ കരുത്ത് കാണിച്ചുകൊണ്ടോ മറ്റുള്ളവരെ അടിച്ചമർത്തിക്കൊണ്ടോ ഒന്നുമല്ല. മാനുഷികമായ ശക്തി എപ്പോഴും അങ്ങനെയാണ്, ഇല്ലേ? ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ശക്തി ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? മറ്റ് പാർട്ടിക്കാരൊന്നും അവിടെ വളരാതെ അവരുടെ കൂമ്പ് കരിക്കുന്ന രീതിയിൽ പ്രതികരിക്കുന്നു. ഇതാണ് അവരുടെ ശക്തി പ്രകടനമെന്ന്. പ്രകടനം നടത്തുമ്പോൾ അവർ ശക്തി പ്രകടിപ്പിക്കുക. പക്ഷേ ദൈവം തൻ്റെ ശക്തി പ്രകടിപ്പിക്കുന്നത് എപ്പോഴും എങ്ങനെയാണ്? ബലഹീനതയിൽ, ശൂന്യവൽക്കരണത്തിൽ. ഈശോ കാൽവരിയിൽ മരിച്ചപ്പോൾ മാത്രമല്ല, ബേത്ലഹേമിൽ മനുഷ്യനായി അവതരിച്ചപ്പോഴും അവിടുന്ന് തൻ്റെ ശക്തി പ്രകടിപ്പിച്ചത് ശൂന്യതയിലൂടെയാണ്. അതുകൊണ്ടാണ് കൊളോസ്യ ലേഖനത്തിൻ്റെ ക്രിസ്തീയ വിജ്ഞാന കീർത്തനമുണ്ട്, 1-ാം അധ്യായം 15 മുതൽ 21 വരെ വാക്യങ്ങൾ. അതുപോലെ തന്നെ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 6 മുതൽ 8 വരെ വാക്യങ്ങൾ. ഇവിടെയൊക്കെയും പറയുന്നു, അവിടുന്ന് തൻ്റെ ശക്തിയെ മറച്ചു വെച്ച് തന്നെ തന്നെ ശൂന്യനാക്കി ദാസൻ്റെ രൂപം സ്വീകരിച്ചു. ഈ ശൂന്യവൽക്കരണത്തിൽ അഥവാ ബലഹീനതയുടെ പ്രകടനത്തിൽ എന്താണ് ഈ ശക്തി ഇരിക്കുക?
അതാണ് ദൈവിക ശക്തിയെ മനസ്സിലാക്കുന്നതിലെ ഏറ്റവും വലിയ രഹസ്യം. അതായത് ദൈവം തൻ്റെ ശക്തിയെ വെളിപ്പെടുത്തിയത് ശൂന്യനായിക്കൊണ്ടാണ്, ബലഹീനനായിക്കൊണ്ടാണ്. അതിനൊരു വലിയ ശക്തി ആവശ്യമുണ്ട്, അല്ലേ? അടിച്ചവനെ തിരിച്ചടിക്കുക എന്ന് പറഞ്ഞാൽ അതിന് വലിയ ശക്തിയൊന്നും വേണ്ട. അടിക്കാൻ ശ്രമിച്ചു, തിരിച്ചടിക്കാൻ നോക്കി, അവന് കൂടുതൽ ശക്തിയുണ്ട്, 2 തല്ലൂടെ നമ്മൾ മേടിച്ചു, അല്ലേ? ആ രീതിയിൽ കാര്യങ്ങൾ കലാശി. പക്ഷേ നമ്മൾ ഗാന്ധിയുടെ ജീവിതം നോക്കിയാൽ മനസ്സിലാകും, ഈ ക്ഷമിക്കുന്നതിനാണ് ഏറ്റവും ശക്തി ആവശ്യമുള്ളൂ, അല്ലേ? ഗാന്ധിയെ ഷൂവിട്ട് ചവിട്ടിയ ബ്രിട്ടീഷുകാരനായ വ്യക്തിയോട് ഗാന്ധി പറഞ്ഞു, സഹോദര, താങ്കളുടെ ചെരുപ്പിൻ്റെ പോളിഷ് പോയോ എന്ന് ചോദിക്കുമ്പോൾ അയാൾ തന്നെ അമ്പരക്കുകയാണ്. ഇതെന്തൊരു ശക്തിയാണ് ഈ മനുഷ്യൻ്റെ, അല്ലേ? അതായത് പ്രതികരിക്കുമ്പോഴോ പ്രതികാരം ചെയ്യുമ്പോഴോ ഒന്നും അല്ല ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ ശക്തി വെളിപ്പെടുന്നത്, മറിച്ച് ക്ഷമിക്കുമ്പോൾ, വിട്ടുവീഴ്ച ചെയ്യുമ്പോഴാണ്, അല്ലേ? തന്നോട് വലിയ അന്യായം പ്രവർത്തിച്ച ഒരു ഭർത്താവിനോട് ഭാര്യ ഹൃദയപൂർവ്വം ക്ഷമിക്കുമ്പോൾ ഒരു ഭാര്യ എന്ന നിലയിലുള്ള അവളുടെ ശക്തി അവൾ പൂർണ്ണമായും വെളിപ്പെടുത്തുകയാണ്, അല്ലേ? അതുകൊണ്ട് ദൈവം നമ്മെ തൻ്റെ ശക്തിയിലൂടെ പഠിപ്പിക്കുന്ന വലിയ രഹസ്യം എന്ത് എന്ന് ചോദിച്ചാൽ, ദൈവം ശക്തി പ്രകടിപ്പിക്കുന്നത് കരുണ കാണിച്ചും നീതി പ്രവർത്തിച്ചും സ്നേഹപൂർവ്വം പരിപാലിച്ചുമാണ് എന്നുള്ളതിനാൽ നാം ഓരോരുത്തരും നമ്മുടെ ശക്തി പ്രകടിപ്പിക്കേണ്ടത് സമാനമായ രീതിയിലായിരിക്കും. ഏതൊക്കെയാണ്? സ്നേഹിച്ച്, കരുണ കാണിച്ച്, കരുതലോടെ പരിപാലിച്ച്. നിങ്ങളെല്ലാവരും തന്നെ കുടുംബജീവിതക്കാരാണ്. ഒരു ഭർത്താവ് എന്ന നിലയിൽ, ഒരു പിതാവ് എന്ന നിലയിൽ നിങ്ങൾ നിങ്ങളുടെ ശക്തി പ്രകടിപ്പിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ കുടുംബത്തെ സ്നേഹിച്ച് കരുതലോടെ പരിപാലിക്കുമ്പോൾ. അല്ലാണ്ട് മക്കളെ എടുത്തിട്ട് തല്ലുമ്പോഴോ ഭാര്യയെ തെറി വിളിക്കുമ്പോഴോ അവളുടെ മുടിക്കുത്തിന് പിടിക്കുമ്പോഴോ ഒന്നും അല്ല ഒരു ഭർത്താവിൻ്റെ ശക്തി. ആ ഒരു ശക്തിയുടെ ദിവ്യമായ വെളിപ്പെടുത്തലാണ് സാർവത്രിക മതബോധന ഗ്രന്ഥം ദൈവം സർവശക്തനാണ് എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത്. സർവശക്തനാണ് എന്ന് പറയുമ്പോൾ അവിടുന്ന് കരുണയുടെ പൂർണ്ണതയാണെന്ന്, സ്നേഹത്തിൻ്റെ പൂർണ്ണതയാണെന്ന്, ക്ഷമയുടെ പൂർണ്ണതയാണ് എന്ന അർത്ഥത്തിലാണ് വചനം അതിനെ മനസ്സിലാക്കുന്നത്. ഈ ദൈവം തൻ്റെ ശക്തി വെളിപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭം അവിടുന്ന് പ്രപഞ്ച സൃഷ്ടി നടത്തുന്നു. പ്രപഞ്ച സൃഷ്ടിയുമായി ബന്ധപ്പെട്ട വസ്തുതകൾ തീർച്ചയായും ദൈവത്തിൻ്റെ ശക്തി പ്രകടനമാണ്. ശൂന്യതയിൽ നിന്ന്, ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് ദൈവം ഒരു വചനത്താൽ ഈ പ്രപഞ്ചത്തെ രൂപപ്പെടുത്തുന്നു. അത് ദൈവത്തിൻ്റെ ശക്തിയുടെ ഏറ്റവും ശക്തമായ ഒരു ദൃഷ്ടാന്തമാണ്. നമ്മൾ ആരും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഒന്നും ഉണ്ടാകുന്നില്ല, അല്ലേ? അങ്ങനെ വല്ലതും പറയാൻ കഴിവുണ്ടായിരുന്ന നിങ്ങൾ വീട്ടിൽ അടുക്കള കയറിയിട്ട് പ്രഖ്യാപിച്ചേനെ, അല്ലേ? ഒരു ബിരിയാണി ഇന്ന് ഉച്ചയ്ക്ക് അങ്ങ് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ഉണ്ടാകുമോ? ഇല്ല, പറയാറുണ്ട്, ഉണ്ടാകാറില്ല, അല്ലേ? അതായത് നമ്മളുടെയൊക്കെ അത്രയും ചെറിയൊരു കാര്യം പോലും വാക്കുകൊണ്ട് സൃഷ്ടിക്കാനുള്ള കഴിവില്ല. നമ്മൾ കറി വെക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം കറി വെക്കാനുള്ള സാധനം പോയി മേടിച്ചുകൊണ്ട് വരണം, കഴുകണം, അരിയണം, അതിനകത്ത് മസാല ചേർക്കണം, അത് തീയെ വെച്ച് വേവിക്കണം. ഇത്രയും കഷ്ടപ്പെട്ടാലേ നമുക്കുണ്ടാവുള്ളൂ. അതേസമയം ദൈവത്തിൻ്റെ ശക്തി ദൈവം പ്രകടമാക്കുന്നത് സൃഷ്ടിയിലൂടെയാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ അനന്തം, അജ്ഞാതം, അവർണ്ണനീയമായ അവസ്ഥയെക്കുറിച്ച് ശാസ്ത്രത്തിന് പോലും ഇതുവരെയും മനസ്സിലായില്ല. ഈ പ്രപഞ്ചത്തിൻ്റെ 10% പോലും ശാസ്ത്രലോകം ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. അത്രയും സങ്കീർണമായ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ ദൈവമായ കർത്താവ് 1/2 സെക്കൻഡേ എടുത്തുള്ളൂ എന്നാണ് വചനം പറയുന്നത്, ഇല്ലേ? മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു. മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ സങ്കീർണത, അവനിലെ അസ്ഥികൾ ഘടിപ്പിച്ചിരിക്കുന്ന രീതി, അവൻ്റെ നാഡീവ്യൂഹങ്ങൾ പ്രവർത്തിക്കുന്നത്, തലച്ചോറ് ഇതിനെയെല്ലാം ക്രോഡീകരിക്കുന്നത്, ദൈവമേ, ഇതൊരു ശാസ്ത്രത്തിന് ഇതുവരെയും പൂർണ്ണമായും മനസ്സിലായിട്ടില്ല.
ഒരു മനുഷ്യ ശരീരം തന്നെ ഒരു വലിയ രഹസ്യമാണ്. ഇതെല്ലാം സൂചിപ്പിക്കുന്ന എന്താണ്? ദൈവത്തിൻ്റെ ശക്തിയുടെ പ്രകടനമാണ് ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മം. അത് ഓരോ വ്യക്തിയുടെ ആകാം, ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവനും സൃഷ്ടിയാകട്ടെ, അത് ദൈവത്തിൻ്റെ ശക്തിയുടെ വ്യക്തമായ പ്രകടനമാണ്. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും സംശയങ്ങളും തീർച്ചയായും നിങ്ങൾക്കുണ്ട് എന്നെനിക്കറിയാം. അവയെ നിങ്ങൾക്ക് ആലോചിക്കാം. അതിൻ്റെ വെളിച്ചത്തിൽ നിങ്ങളുടെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉന്നയിക്കാം. ഇവിടെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഓർക്കുക, നിങ്ങൾ മതാധ്യാപകരാണ്. മതാധ്യാപകരായ നിങ്ങൾ മതബോധന ക്ലാസ്സിൽ നിങ്ങൾ കേട്ടിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. അല്ലേ, മതബോധനം ഗൗരവമായി നടത്തുമ്പോൾ നിങ്ങളുടെ തന്നെ മനസ്സിൽ ഉയർന്നു വന്നിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. ഇല്ലേ, ഈ സൃഷ്ടിയെക്കുറിച്ച്, ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ലോകമാസകലമുള്ള ശാലോം പ്രേക്ഷകർ കേൾക്കുമ്പോൾ അവരുടെ മനസ്സിൽ ഉയരാൻ ഇടയുള്ള കുറേ ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾ വേണം നിങ്ങൾ ഓരോരുത്തരുടെയും അധരങ്ങളിലൂടെ വരാൻ. അതുകൊണ്ട് ഈ ചോദ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്കൊരു നിമിഷം തയ്യാറാകാം. എല്ലാവരും തിരക്കേട്ട ചർച്ചയിലാണെന്ന് തോന്നുന്നു. ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു? നന്നായിരുന്നു. നിങ്ങളുടെ സംശയങ്ങളൊക്കെ ഏതാണ്ട് നിങ്ങൾ ക്രോഡീകരിച്ചെന്ന് വിചാരിക്കുകയാണ്. ഒരുങ്ങിയിട്ടുണ്ടല്ലേ? ഓക്കെ, നമുക്ക് അച്ഛനെ ക്ഷണിക്കാം. ഇന്നത്തെ നമ്മുടെ ഈ എപ്പിസോഡിലെ ആദ്യത്തെ സംശയം ആരാണ് ചോദിക്കുന്നത്? ചോദ്യം നമ്മുടെ പെരുമ്പുന്ന ഇടവിലെ ജാക്സൺ സാറാണ് ചോദിക്കുന്നത്. സാർ ചോദിക്കൂ. എനിക്ക് ചോദിക്കാനുള്ള സംശയം ഇതാണ്. ദൈവം സർവശക്തനാണല്ലോ, മനുഷ്യൻ്റെ ചിന്തകളെല്ലാം ദൈവം അറിയുന്നു. അങ്ങനെയാണെങ്കിൽ ആദത്തിന് ഹവ്വായ്ക്കും പറുദീസ നഷ്ടമാകാനുള്ള സാഹചര്യം ദൈവത്തിന് ഒഴിവാക്കാമായിരുന്നില്ലേ? ജാക്സൺ സാറിൻ്റെ ചോദ്യം പലരും ചോദിക്കാറുള്ളൊരു ചോദ്യം തന്നെയാണ്. പ്രത്യക്ഷത്തിൽ നമുക്ക് എല്ലാവർക്കും തോന്നുന്നത് വളരെ ന്യായമായൊരു ചോദ്യമാണ്, ഇല്ലേ? ദൈവം ഇങ്ങനെ പറുദീസായും സൃഷ്ടിച്ച് അതിനകത്തൊരു കെണി ഉണ്ടാക്കി വെച്ച് അതിനകത്ത് മനുഷ്യനെ കയറ്റി വിട്ടു. പാവം മനുഷ്യൻ അതിനകത്ത് ചെന്ന് വീഴുകയും ചെയ്തു. ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ എന്നാണ് ന്യായമായും ഒരു ചോദ്യം നമുക്ക് ഉന്നയിക്കാൻ തോന്നുക. ഉൽപ്പത്തി പുസ്തകം വായിക്കുന്ന ഏതൊരു മനുഷ്യൻ്റെയും മനസ്സിൽ വരാറുള്ള ഒരു ചോദ്യവുമാണ്. പക്ഷേ നാം മനസ്സിലാക്കുക, ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ അല്ലെങ്കിൽ മനുഷ്യനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ദൈവം പറഞ്ഞു, നമുക്ക് നമ്മുടെ ഛായയിൽ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കാം. ദൈവം പൂർണ്ണ സ്വാതന്ത്ര്യമാണ്. അതായത് മനുഷ്യനെ തന്നെപ്പോലെ സ്വതന്ത്രനാക്കാൻ ദൈവം ആഗ്രഹിച്ചു. ആ സ്വാതന്ത്ര്യമില്ല എങ്കിൽ എന്ത് സംഭവിക്കും? മനുഷ്യൻ വെറും യന്ത്ര മനുഷ്യനായിത്തീരും, റോബോട്ടുകളാണ്. നിങ്ങൾ കാറൊക്കെ ഉണ്ടാക്കുന്ന കമ്പനി പോയിട്ടുണ്ടെങ്കിൽ കാണാം, കാറുണ്ടാക്കുന്ന കമ്പനിയിൽ ഒരു റോബോട്ട്, ഞാനൊരു കാറ് കമ്പനി കാണാൻ പോയി. അവിടെ 36,000 റോബോട്ടുകളാണ് ഒരു കാർ ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരു ഇരുമ്പ് പലകയെടുക്കുന്നു, ഒരു റോബോട്ട് മറ്റൊന്നിൻ്റെ മുമ്പിൽ കാണിക്കുന്നു, ഉടനെ അത് കീറുന്നു, ഒരു വാതിലിൻ്റെ ഷേപ്പിൽ അതിനെ ആക്കിയെടുക്കുന്നു, എന്നിട്ട് അടുത്തവൻ്റെ അടുത്തേക്ക് കൊടുക്കുന്നു, അവനത് വേറൊരു പലക ഒട്ടിക്കുന്നു. അങ്ങനെ പോയി വന്ന് അവസാനം അതൊരു കാറായി മാറും. അതേസമയം ഒരു റോബോട്ട് വിചാരിക്കുകയെന്ന് വിചാരിച്ചു, എടാ ഇത് കുറേ നാളായി ഇതിൻ്റെ മണ്ടേ തുളയിടാൻ തുടങ്ങിയിട്ട്, ഇനി 2 തുള അടിയിലിട്ടേക്കാം എന്ന് വിചാരിച്ച് ഇത് മാറ്റി തുളച്ചാൽ എന്ത് സംഭവിക്കും? ഇത് നോക്കിക്കൊണ്ടിരിക്കുന്ന കമ്പ്യൂട്ടർ വിദഗ്ധന്മാരുണ്ട്. അവരുടനെ ആ പ്രോഗ്രാം തന്നെ നിർത്തിവെച്ച് ഇവനെ, ഈ വഴിതെറ്റി നടക്കുന്ന റോബോട്ടിനെ ശരിയാം വിധത്തിൽ പ്ലാൻ ചെയ്ത് കൃത്യം സ്ഥലത്ത് തന്നെ ഇടിക്കും. അതുകൊണ്ട് തന്നെ റോബോട്ട് നന്മ ചെയ്തെന്ന് പറയാൻ പറ്റുമോ? യന്ത്ര മനുഷ്യൻ നന്മ ചെയ്തു ഇല്ലേ? ഉണ്ടോ? അതിന് വല്ല നന്മയും തിന്മയൊന്നുമില്ല. കാരണം എന്താണ്? അതിനെ അപ്രകാരം പ്രോഗ്രാം ചെയ്ത രീതിയിൽ മാത്രം പ്രവർത്തിക്കാനേ അതിന് കഴിവുള്ളൂ. ശരിയല്ലേ? അതായത് നമ്മൾ പറയുന്ന എന്താണ്? ദൈവമായ കർത്താവ് ദൈവത്തെ മാത്രം അറിഞ്ഞ് സ്നേഹിക്കാൻ തക്ക വിധത്തിൽ മനുഷ്യനെ പ്രോഗ്രാം ചെയ്ത് വിട്ടില്ല എന്നാണ് ജാക്സൺ സാറിൻ്റെ പരാതി. അങ്ങനെ വിട്ടില്ല എന്ന് പറയുന്നത് ഒരു കുറ്റമല്ല, മറിച്ച് മനുഷ്യ സൃഷ്ടിയിൽ ദൈവം പുലർത്തിയ ഏറ്റവും വലിയ സ്നേഹമാണത്, ഔദാര്യമാണ്.
ദൈവത്തിന് മാത്രമേ മനുഷ്യനെ അത്ര കണ്ട് സ്വതന്ത്രനാക്കാൻ കഴിയുള്ളൂ. നിങ്ങളൊക്കെ നിങ്ങളുടെ പിള്ളേരോട് സ്വാതന്ത്ര്യമുണ്ട്, നിങ്ങൾ എന്ത് വേണേലും ചെയ്തോ എന്നൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി എന്നതേലും ചെയ്താൽ പിള്ളേർ അതിൻ്റെ വിവരം അറിയും, ഇല്ലേ? നമ്മുടെയൊക്കെ സ്വാതന്ത്ര്യ പ്രദാനങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. പക്ഷേ ദൈവത്തിന് മാത്രം കഴിയുന്ന ഒരു സ്വാതന്ത്ര്യ പ്രദാനമാണ്, സ്വാതന്ത്ര്യം നൽകലാണ് മനുഷ്യ സൃഷ്ടിയിൽ നടത്തിയത്. എന്താണ്? മനുഷ്യന് ദൈവത്തെ തന്നെ വേണ്ട എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ദൈവം അനുവദിക്കുന്നു. അത് ദൈവം വെച്ചൊരു കെണിയല്ല, മറിച്ച് മനുഷ്യനോട് ദൈവം കാണിച്ച ഏറ്റവും വലിയ കരുതലാണ്, ഔദാര്യമാണ്, അവന് നൽകിയ അംഗീകാരമാണ് എന്ന് നാം തിരിച്ചറിയണം. താങ്ക് യു അച്ഛാ. അത് ജാക്സൺ സാറിന് പ്രത്യേകിച്ച് മനസ്സിലായി തോന്നുന്നു അല്ലേ? നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു ചോദ്യം തന്നെയാണത്. തീർച്ചയായും നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം കിട്ടിയെന്ന് വിചാരിക്കുകയാണ്. ഇനി ആരാണ് ചോദ്യം ചോദിക്കുന്നത്? നമ്മുടെ ബേബി സാറാണ് ചോദിക്കുന്നത്. ബേബി സാറ് മഞ്ഞളാമ്പുറം ഇടവയിലെ മതാധ്യാപകനാണ്. അച്ഛാ, ദൈവം സർവശക്തനും നിത്യനും പരിപാലകനുമാണ് എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ ദൈവത്തിന് തൻ്റെ സർവശക്തി ഉപയോഗിച്ചുകൊണ്ട് തന്നിൽ നിന്ന് അകന്നു പോകുന്നവരെ തന്നിലേക്ക് തന്നെ അടുപ്പിച്ചുകൂടെ? അച്ഛാ, അതിനോട് ചേർന്ന ഒരു ചോദ്യം എനിക്ക് ചോദിക്കാനുണ്ട്. ദൈവം സർവശക്തനാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ലോകത്തിൽ തിന്മയുണ്ടാകുന്നത്? ഈ ചോദ്യം ചോദിച്ചത് നമ്മുടെ സോഫി ടീച്ചറാണ്. സോഫി ടീച്ചർ മഞ്ഞളാമ്പുറം ഇടവയിലെ തന്നെ ഒരു അധ്യാപികയാണ്. അവര് സംഘടിച്ചു വന്ന് ചോദിച്ചാന്ന് എനിക്ക് തോന്നുന്നത്. ഏതാണെങ്കിലും ഇവർ രണ്ടുപേരുടെയും ചോദ്യം വളരെ പ്രസക്തമാണ്. ദൈവമാണ് സൃഷ്ടി നടത്തിയത് എങ്കിൽ എന്തുകൊണ്ട് ഇവിടെ തിന്മയായത് സംഭവിക്കുന്നു? അല്ലെങ്കിൽ നന്മയുടെ വഴിയിൽ നിന്ന് മനുഷ്യൻ മാറി നടക്കുന്നതിനെ എന്തുകൊണ്ട് ദൈവത്തിന് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യവുമായി ബന്ധപ്പെട്ട ചോദ്യം തന്നെയാണ്. എന്താണത്? മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു സങ്കല്പമല്ല. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് തിരഞ്ഞെടുക്കാനുള്ള കഴിവാണ്, അല്ലേ? തിരഞ്ഞെടുക്കാനുള്ള കഴിവുണ്ടെങ്കിൽ അതിന് സ്വാതന്ത്ര്യം എന്ന് പറയാൻ പറ്റൂ. ഇല്ല എങ്കിൽ സ്വാതന്ത്ര്യമില്ല. നമ്മളൊക്കെ ചുമ്മാ മനുഷ്യന് സ്വാതന്ത്ര്യം കൊടുക്കുന്നത് വെറുതെ പറയുന്നു. ഞാൻ ഒരു വീട് വെഞ്ചരിക്കാൻ ചെന്നപ്പോൾ ഒരമ്മച്ചി എനിക്ക് ചായ കാപ്പി തരാനുള്ള ശ്രമമാണ്. അമ്മച്ചി എന്നോട് ചോദിച്ചു, അച്ഛൻ എന്നാ അച്ഛൻ വേണ്ടത്, ചായയാണോ കാപ്പിയാണോ എടുക്കേണ്ടതെന്ന്. പൊതുവേ ഞാൻ ചായ കുടിക്കുന്നതുകൊണ്ട് ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു, എന്നാൽ ചായ എടുത്തു അമ്മച്ചിയെന്ന്. അയ്യോ അച്ഛാ, ചായപ്പൊടി ഇല്ലല്ലോ, ഇവിടെ കാപ്പിയേ ഉള്ളൂ എന്ന് പറഞ്ഞു. അതായത് അമ്മച്ചി സ്വാതന്ത്ര്യം എനിക്ക് തന്നെങ്കിലും അതിനുള്ള അവകാശം തന്നില്ല. അമ്മച്ചിയുടെ കയ്യിൽ എത്രയേ ഉള്ളൂ, പരിമിതമായി കാപ്പിപ്പൊടി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. സ്വാതന്ത്ര്യം എപ്പോഴും തിരഞ്ഞെടുക്കാനുള്ള അവകാശമാണ്, ഇല്ലേ? ആ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ അതാണ് നിയമാവർത്തന ഗ്രന്ഥം പറഞ്ഞത്, ഞാനിതാ നിൻ്റെ മുമ്പിൽ ജീവനും മരണവും വെച്ചിരിക്കും, നിനക്കിഷ്ടമുള്ളത് തിരഞ്ഞെടുത്തു. അതായത് നന്മയും തിന്മയും തിരഞ്ഞെടുക്കാൻ മനുഷ്യന് അവകാശം കൊടുക്കുമ്പോൾ മാത്രമേ അവൻ എന്താകുന്നുള്ളൂ? സ്വതന്ത്രനാകുന്നുള്ളൂ. സ്വതന്ത്രനായവന് മാത്രമേ നന്മയെക്കുറിച്ച് സംസാരിക്കാൻ അവകാശമുള്ളൂ. സ്വാതന്ത്ര്യമില്ലാത്ത വ്യക്തിക്ക് നന്മയില്ല. നന്മയെക്കുറിച്ച് ആ വ്യക്തിക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ എപ്പോഴും ധാർമ്മിക ദൈവശാസ്ത്രത്തിൽ പഠിക്കുന്ന ഒരു തത്വമാണ്, ഒരു പ്രവൃത്തി ധാർമ്മികമായി വിലയിരുത്തണമെങ്കിൽ എന്ത് വേണം? ആ വ്യക്തി പൂർണ്ണമായ അറിവോടെ സ്വാതന്ത്ര്യത്തോടെ അതിൻ്റെ ലക്ഷ്യങ്ങൾ പൂർണ്ണമായും ഗ്രഹിച്ചുകൊണ്ട് ചെയ്താൽ മാത്രമേ ആ പ്രവൃത്തിയുടെ ധാർമ്മികത വിലയിരുത്താൻ പറ്റൂ, ഇല്ലേ? ഞാനൊരു കല്ലെറിഞ്ഞു, ആ കല്ലെറിഞ്ഞപ്പോൾ ഞാൻ മാവേല എറിഞ്ഞത്, പക്ഷേ അയലോക്കത്തോട് വഴിയെ പോയ അപ്പാപ്പന് തലേ വീണു, അപ്പാപ്പൻ മരിച്ചുപോയി. അതിനെനിക്ക് പൂർണ്ണമായ അറിവില്ല, ഇല്ലേ? അല്ലെ വേറൊരാൾ എൻ്റെ നേരെ തോക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, നീ ഇന്ന തിന്മ ചെയ്യണം, പേടിച്ചിട്ട് ഞാൻ ആ തിന്മ ചെയ്തു. അതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ ആ തിന്മയ്ക്ക് ഉത്തരവാദിയല്ല. കാരണം എന്താണ്? സ്വാതന്ത്ര്യമില്ല. അപ്പോൾ സ്വാതന്ത്ര്യം അതാണ് ധാർമ്മികതയുടെ അടിസ്ഥാനം. മനുഷ്യന് സ്വാതന്ത്ര്യം കൊടുക്കാൻ ദൈവം തീരുമാനിച്ചപ്പോൾ ഈ നന്മയും തിന്മയും തമ്മിൽ തിരഞ്ഞെടുക്കാനുള്ള സാധ്യത അവിടെ ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ദൈവം ഇപ്രകാരം ക്രമീകരിച്ചത്. താങ്ക് യു അച്ഛാ.
അച്ഛാ, ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൻ്റെ സമയം ഇവിടെ ഏറെക്കുറെ പൂർത്തിയാവുകയാണ്. വളരെ സജീവമായ ഒരു ചർച്ചയാണ് ഇന്നത്തെ ദിവസം ഉണ്ടായത്. സി കാറ്റിൻ്റെ ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്ത വിഷയത്തെക്കുറിച്ചുള്ള ഏതാനും ചോദ്യങ്ങൾ കൂടി നിങ്ങളുടെ മനസ്സിലുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾക്കും ഈ എപ്പിസോഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ എഴുതി ചോദിക്കാൻ തീർച്ചയായും അവസരമുണ്ടായിരിക്കും. വിലാസം: To the producer, C-CAT, Shalom Television, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. അടുത്ത എപ്പിസോഡിൽ വീണ്ടും നമ്മൾ കണ്ടുമുട്ടുന്നവരെയും സി കാറ്റിൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി. അതുവരെയും പ്രാർത്ഥനാപൂർവ്വം നമുക്ക് കാത്തിരിക്കാം.